ബോസ് എന്താടാ രാവിലെ തന്നെ വന്നേ? നമ്മൾ ആൾക്കാരൊക്കെ പോയി. അതന്നെയാ ബോസ് ഞാൻ പറയാൻ വന്നേ. നമ്മുടെ ആൾക്കാരെല്ലാം നമ്മള് ഒരുത്തം കൊന്ന്. നമ്മൾ ആൾക്കാരെ കൊന്നാ? ആ 10 വരിക. ആ ബോസ് എന്താ ഇപ്പൊ ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. എന്ത് നമ്മൾ ആൾക്കാരെ അവർ കൊന്നതാ? എനിക്ക് വിശ്വസിക്കാനാവില്ല. ഈ വണ്ടിയുടെ നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം. എല്ലാരും താഴെ വീണിട്ടുണ്ടാവല്ലേ? ഓ ബോസ് ആ ബിൽഡിങ്ങിന്റെ താഴെയാണ്. ഞാൻ വണ്ടി ഓടിക്കാം. എന്ത് ഗ്രീൻ ക്യാമ്പിന്റെ ബെമ്പസ് അവർ കൊന്ന്? എനിക്ക് വിശ്വാസമൊന്നുമില്ല. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് എന്ത് കാര്യമുള്ളൂ. നീ കയറി വണ്ടിയില്. ഓ ബോസ് ഞാൻ ഇതൊക്കെ ആയിരുന്നു. ബോസ് ഒന്ന് സൈഡാക്ക്. ഞാൻ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവായി. ഇനി എങ്ങനെയാണ് രക്ഷപ്പെട്ടെ? ആ ഓനില്ലേ എന്റെ ബിൽഡിങ്ങിന്റെ താഴോട്ടേക്ക് വീപ്പിക്കുകയും ചെയ്തേ. ജസ്റ്റ് മിസ്സിന് ഞാൻ രക്ഷപ്പെട്ടു. അതെന്താന്ന് വെച്ചാൽ ഞാൻ വീണ്. അപ്പോൾ എന്താക്കിയാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട കുറച്ച് ആംബുലൻസ് ഒക്കെ വന്നു. ഓ മോനെ ഈ ബിൽഡിംഗ് അല്ലേനോ? ആ ബിൽഡിംഗ്. എടാ ഈ ബിൽഡിങ്ങിന്റെ എവിടെയും കാണുന്നില്ലല്ലോ. ബോസ് ബാക്കിലുണ്ട്. ബാക്കിലോ? എന്നാലും പോവാൻ നോക്കാം. എടാ മോനെ എന്നാ ഇനി വണ്ടി കയറി നമുക്കൊന്ന് ആ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. ആ ബോസ് ഞാൻ ഇത് വണ്ടി കയറി. അല്ലേ വേണ്ട, അതാ ഇവിടുത്തെ ഒന്നും കാണുന്നില്ല ബോസ്. ഓ ഇതല്ലേ നമ്മളെ ആൾക്കാര്. മോനെ ഡോക്ടറിനെ വിളിക്കാൻ കേസ്. ഹലോ ഡോക്ടർ, ഓൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് ചത്തു. എല്ലാവരും ഒന്ന് വന്നിട്ട് എടുക്ക് ബോഡി. ഗൈസ് നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ബോഡി. ഇതിപ്പോൾ ആരായാലും ഞാൻ അവനെ കണ്ടുപിടിച്ച് കൊന്നുകളയും. വണ്ടി കയറടാ. എന്നോട് ഇത് ഇടാൻ മറന്നുപോയി. ഗ്രീൻ ഗ്യാങ്ങിന്റെ യൂണിഫോം പോലും ഇടാണ്ട് അവിടെ വന്നേ. വണ്ടി കയറി. ആ ബോസ് ഞാൻ ഇതാ വണ്ടി കയറാം. നിനക്ക് പേര് ഓർമ്മയുണ്ടോ? പേരൊന്നും ഓർമ്മയില്ല. നമ്മളാ റോൾസ് റോയ്സ് അടിച്ചു വേണ്ടിട്ട് അവിടെ വെച്ചിട്ടില്ലേനോ? എനിക്ക് സ്ഥലം അറിയാം അയാളെ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണോ കാര്യങ്ങൾ? എന്തായാലും എന്താക്കാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ ബോസ് അവൻ്റെ വീട് നമുക്ക് തകർക്കണം. അങ്ങനെ തന്നെ. വണ്ടികൾ ആരും എടുക്കുന്ന അറിയില്ലേ? അയാൾ വന്നിട്ടില്ല ബോസ്. ആരും വന്നിട്ടില്ല. അയ്യോ മോനിവിടെ ഞാനൊന്ന് സ്ഥലം വരെ പോയിട്ട് വരാം. നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അങ്ങോട്ടേക്ക് ആക്കി തരാടാ. അല്ലേ ഞാൻ ഇനിയിപ്പോന്നോളേ. ഓ ബോസ് ഇരിക്കൂ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ ഇവിടെ വന്നോളൂ. ഞാൻ എന്തായാലും എൻ്റെ ഇതൊക്കെ ആ പണി വേണ്ട അത് വേണ്ട. അത് സീനാവും. എന്ത് സീനായാലും നമുക്കൊരു വിഷയമില്ല. ഞാൻ പോന്ന എൻ്റെ ആൾക്കാർ തൊട്ട് അവന് കളി മാറും എന്ന് വെച്ചാൽ മാറും. എന്തായാലും എന്താക്കും, വീട്ടിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം. അവൻ്റെ പേരൊന്നും അവനെന്താ പറഞ്ഞില്ല. ഫ്രാങ്ക്ലിൻ. എൻ്റെ ആൾക്കാരെ തൊട്ടില്ലടാ. നീ എൻ്റെ ആൾക്കാരെ തൊടാൻ ആയില്ലടങ്ങി. പിന്നെ എൻ്റെ വീടും പള്ളിയും ഞാൻ നഷ്ടപ്പെട്ടു. എൻ്റെ വീട് ഞാനിന്ന് നശിപ്പിച്ച് ചാകരയാക്കി തീ കൊടുത്തു വരും. അല്ല പിന്നെ നമ്മളോടിയാവട്ടെ പിടിക്കടാ. തീ പിടിച്ച് വണ്ടിയല്ല പോലും.
വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ. എൻ്റെ അടുത്ത് ഒരു മോസ്റ്റസ്റ്റ് വെപ്പൺ ഉണ്ട്. ആ വെപ്പണും കൂടി ഞാൻ അവനെ കൊന്ന് തീർത്തോളാം. അവിടെ ചാടറാ. ആ വെപ്പൺ എടുക്ക്. ഈ മോസ്റ്റസ്റ്റ് വെപ്പണും കൊണ്ട് ഒരു വണ്ടി വരെ ഒരു ബോംബ് കൊണ്ട് പൊട്ടുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അവൻ ഇവിടെ ഇല്ലാന്നാ തോന്നുന്നു. റോൾസ് റോയ്സ് കൊണ്ടുപോയി അഭിനയിക്കാൻ തോന്നുന്നത്. എന്തായാലും അവനെ ഞാൻ തീർത്തോളാം. ഈ വീട് ഞാൻ ആദ്യം തീർത്ത് കളയട്ടെ. അപ്പൊ ഗൈസ് എല്ലാവർക്കും അതേപോലെ സ്വാഗതം ഗൈസ്. നമ്മളൊന്ന് സിറ്റി കറങ്ങാൻ വന്നെയാണ് ഗൈസ്. നമ്മളെ വൈറ്റ് റോൾസ് റോയ്സ് ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വൈറ്റ് റോൾസ് റോയ്സ് മറ്റോലെ അടിച്ചു പോകണ്ട എന്നിട്ട് അതിൻ്റെ ക്ഷീണത്തിലൊന്ന് കറങ്ങാൻ വരാൻ വിചാരിച്ചാണ്. എന്താ രസം, കുറേ നേരം ഗൈസ് നമ്മൾ ഈ സിറ്റി കറങ്ങുന്നു ഗൈസ്. ഇത് നേരെ നമുക്ക് തിരിച്ച് വീട്ടോട്ടേക്ക് പോകാതെ നേരെ ഈ റോൾസ് റോയ്സ് കൊണ്ട് വീട്ടോട്ടേക്ക് പോവാം ഗൈസ്. അതിന് മുന്നേ തന്നെ വീഡിയോ കണ്ടാൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. എൻ്റെ വണ്ടിയിലൊന്നും പറ്റത്തില്ലോ ഗൈസ്. വണ്ടിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് റെഡിയാക്കട്ടെ. അപ്പം ഗൈസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. മുകളിൽ എന്തോ ഒരു സംഭവം കണ്ടിട്ടില്ലേ എന്ന് വെച്ചാൽ നാശമായി എന്നാണ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ വീടിനെന്താ പറ്റിയേ? നമ്മളെ വീടെന്താ പൊട്ടിക്ക്? അയ്യോ, നമ്മളെ ഡിഫൈൻഡർ പൊട്ടിപ്പോയല്ലോ. ഇതിപ്പോ എന്താ പറ്റിയേ? എൻ്റെ വീട് ഫുള്ളും പൊട്ടി, സാധനങ്ങളൊക്കെ ഇങ്ങനെയായി. എൻ്റെ വീട് പോയേ. എൻ്റെ വീട് ഞാൻ പുതിയൊരു വീട് മേടിച്ച് പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്തെടുത്തേനു. അത് ഇവന്മാര് ആരാളി ഇത് പൊട്ടിച്ചേ? ഇതാരായാലും അവൻ്റെ കഥ ഇന്ന് ഞാൻ തീർക്കും. എൻ്റെ വീട് പൊട്ടിച്ചവൻ്റെ വീട് ഞാൻ ഇന്ന് തകർത്ത് തരിപ്പണാക്കും. എന്തായാലും ഞാൻ പോയി കേസ് കൊടുക്കട്ടെ. എൻ്റെ വീട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. എൻ്റെ വീട് നോക്ക്, താഴത്തെ നില ഫുള്ളും പൊട്ടിച്ച് അതിന് കുള്ളുപോലും കയറാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാണല്ലോ ഇവന്മാരാക്കി വെച്ചേ. ഇതിപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ പുതിയ വീട് പോയേ. ഞാൻ അയാളെ കൊന്നു കളയാൻ. ഡ്രസ്സ് പോലും എൻ്റെ അടുത്തില്ല ഇടാന്. ഞാൻ അയാളെ കൊന്ന് കളയും എല്ലാം. പിന്നെ ഞാൻ പോയി എൻ്റെ റോൾസ് റോയ്സ് കൊണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എൻ്റെ വീട് തരിപ്പണാക്കാൻ ഒന്ന് ക്യാമറ നോക്കണം. എൻ്റെ റോൾസ് റോയ്സിലെ എൻ്റെ ക്യാമറ TV വരെ അവൾ പൊട്ടിച്ചോളല്ലോ. അല്ലെങ്കിൽ നമുക്ക് നോക്കിയനു. ഇപ്പം എന്ത് ചെയ്യാനാ? നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. പരാതി വരെ ആവശ്യം വരെ ഇവിടെ ഒരു പോലീസുകാരുണ്ടോ? എന്തെങ്കിലും ഒരു പോലീസുകാരെങ്കിലും പോലീസുകാരുണ്ട്. കംപ്ലൈൻറ്റ് ചെയ്യാൻ പറയാം. പോലീസുകാരനാണ്. പോലീസുകാരാ ഒന്ന് രക്ഷിക്ക്, പോലീസുകാരാ ഒന്ന് രക്ഷിക്ക്. ഞാൻ കാല് പിടിക്കാം. എന്താടാ പറ്റിയേ? അതില്ലാണ്ട് ഇങ്ങോട്ടേക്ക് എന്നാ പറ്റി പറ, എന്നോട് പറ. പോലീസുകാരാ, എൻ്റെ ഇല്ലേ വീടില്ലേ ആരോ കത്തിച്ച് പൊട്ടിച്ച് തള്ളി. ആരാടാ എൻ്റെ വീട് പൊട്ടിച്ചേ? നമ്മളയാള് വിടുവോ? പോലീസുകാരെ ഒന്ന് സഹായിച്ചു തരുമോ? നിനക്ക് സഹായിച്ചു തരുമെന്നാ? നമ്മളൊന്ന് ഫുള്ളൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പോലീസുകാരെ നോക്കുന്ന പറഞ്ഞേ. നമുക്ക് എന്താക്കാം, നമ്മുടെ സ്വന്തം ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാം, ജോണിൻ്റെ അടുത്തേക്ക്. ജോണി പറഞ്ഞേക്കും. എന്നാലും ഇത് ഗ്രീക്കാക്കിയോന്ന് ഒരു സംശയമുണ്ട് ഗൈസ്. ഞാൻ ഇന്നലെ ഗ്രീക്കിൻ്റെ ആൾക്കാരെയല്ലേ കൊന്നത്. അയാൾ പ്രതികാരം വീട്ടാൻ വേണ്ടി ആക്കിയതാണ്. ഞാൻ അവൻ്റെ കൈ വെട്ടിക്കളയും. അവൻ്റെ ഒരു പ്രതികാരം
ഞാൻ കാണിച്ചേരാടെ ഗ്രീൻ ഗ്യാങ്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എൻ്റെ റോഡ് സർവീസ് എൻ്റെ വീട് ഫുള്ള് ആരാടാ ഇങ്ങനെ ആക്കിയേ? ഞാൻ അയാൾ ഒരിക്കലും ഞാനൊരിക്കലും വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും എന്തായാലും ഞാൻ എന്താക്കട്ടെ, വില്ലേജിലോട്ട് പോട്ടെ. എൻ്റെ ഫ്രണ്ട് ഒരു ഹെൽപ്പ് പോയിട്ട് ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറയാം ലൊക്കേഷന്. ആരാണ് ചെയ്തതെന്ന് ഓൻ്റെ എൻ്റെ ടി വി ഇതൊന്ന് കണക്റ്റ് ആക്കിക്കോളൂ. എനിക്കറിയാം. എന്നിട്ടോന് ക്യാമറയിലൊന്നും നോക്കട്ടെ എന്നെ ഹാക്ക് ചെയ്തിട്ട്. എന്തായാലും നമുക്ക് എന്താക്കാം, നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നേരെ കത്തിച്ചു വിടാം. ഓക്കെ, ഇത് തന്നെയാണ് ഗൈസ് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്. നമുക്ക് എന്താക്കാം, ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പാർക്ക് ചെയ്യാം. അയ്യോ, ഓക്കെ, ഇതാണ് ഗൈസ് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്. അതിൽ ഫ്രണ്ടിൻ്റെ വീട് ചോദിച്ചു നോക്കാം. നമ്മളെ ഗ്യാങ്ങിനൊക്കെ കൂട്ടേണ്ടി വരുന്ന തോന്നുന്നു. എന്തായാലും എന്താക്കാം, നമുക്ക് നേരെ പോവാം, ചോദിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗ്രീൻ ഗ്യാങ്ങിൻ്റെ മെമ്പറാണ്. ഗ്രീൻ ഗ്യാങ് അല്ല പോലും, ഞാൻ അവരെ ഇന്ന് തീർത്ത് കളയും. എൻ്റെ വീട് നശിപ്പിച്ചല്ലേ അവരുടെ അടുത്ത് നല്ല വണ്ടികളൊക്കെ ഉണ്ട്. ആ വണ്ടികളൊക്കെ ഞാൻ തീർത്ത് കളയും. തന്നെയാണ് ഗൈസ് ഗ്രീൻ ഗ്യാങ്ങിൻ്റെ വീട്. അവരെ ഗ്രീൻ ഗ്യാങ് അല്ല പോലും. എൻ്റെ മോസ്റ്റ് വെപ്പൺ പോയി മേടിക്കട്ടെ. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ സബൂറാക്കും. എന്തായാലും ഞാനൊന്ന് ഇവിടെ തന്നെയാണ് മോസ്റ്റ് വെപ്പൻ്റെ ഷോപ്പ്. ഞാൻ പോയി എൻ്റെ മോസ്റ്റ് വെപ്പൺ മേടിക്കട്ടെ. അവൻ്റെ ഗ്രീൻ ഗ്യാങ് ഞാനിപ്പം മാറ്റിത്തരാം. ഗ്രൂൺ ഗ്യാങ് എന്തായാലും ഞാൻ മേടിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിതാ മോസ്റ്റ് വെപ്പണാണ് മേടിച്ചത്. ഈ വെപ്പണും കൂടെ അടിച്ചാൽ ഒരു വെടിയും കൊണ്ട് 2 വണ്ടികൾ പൊട്ടിത്തെറിക്കുന്ന പറഞ്ഞേ. എന്തായാലും എന്താക്കാം, ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പേര്. നിങ്ങൾ കണ്ടു നോക്കും, പേരൊക്കെ അറിയാം. നിങ്ങൾ കണ്ടു ഏത് വെപ്പണ, ഇന്നത്തെ വെപ്പണ, എവിടുത്തെ വെപ്പണാണ്. ഇവിടെ ആരും ഇല്ലാന്നാണ് തോന്നുന്നത്. മെല്ലെ പോവാ, ഇവിടെ ആൾക്കാരുണ്ടാവും. നമുക്ക് എന്താക്കാം, നമ്മളെ മോസ്റ്റ് വെപ്പൺ എടുക്കാം. എല്ലാ വെപ്പണും മേടിച്ചിട്ടുണ്ട്. എൻ്റെ മോസ്റ്റ് വെപ്പൺ ഞാനിതാ യൂസ് ചെയ്യുന്നു. 3, 2, 1. ആരാണ് എൻ്റെ ഗ്രീൻ ഗ്യാങ്ങിൻ്റെ വീട് നശിപ്പിക്കുന്നത്? ഇവന്മാരെയും കൊണ്ട് ഞാൻ തോറ്റല്ല. നിങ്ങൾക്കൊന്ന് കിട്ടിയ പോരാടാ മക്കൾ. എന്തേ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഞാൻ ഇപ്പം കാണിച്ചാലേ കുഴപ്പം. ഞാൻ എല്ലാത്തിനും തീർക്കാം. നേരത്തെ കളിക്കുന്നുണ്ട്. ഒരു റോൾസ് റോയ്സ് എടുക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ കളിക്കുന്നത്. അങ്ങനെയാണ് ഈ വീട് പൊട്ടിക്കുമ്പോൾ എത്ര ആൾക്കാർ വന്നേ? 100. ഇത്ര ആൾക്കാർ ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വഴി തെറ്റി വന്നവനാടാ ഞാൻ. അല്ല, ഒറ്റക്ക് വഴി തെറ്റി വന്നവനാടെ. മനസ്സിലായതുപോലെ പറഞ്ഞോ. എല്ലാം ഇതേപോലെ പട്ടപ്പെട്ടാന്നിട്ട് കിട്ടുമോ? ആർക്കും കൊള്ളുന്നില്ല. ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചുതരാം. എൻ്റെ സാധനം എടുക്കട്ടെ. ഈ സാധനം കൊണ്ടിട്ടുണ്ടല്ലോ, തിരുതിരാമിൻ്റെ വീടി വെച്ചിട്ടുണ്ടല്ലോ, ബാക്കി പോലും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വെറുതെ നിന്നെ അടിച്ചു തീർക്കോളാം. അത്രേ ഉള്ളൂ. നമ്മളെ മോസ്റ്റസ്റ്റ് വെപ്പൺ ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, ഇവന്മാരെ വീടാക്കി തരാം മക്കളെ. നമ്മളെ ഹെലികോപ്റ്റർ വരെ ഹെലികോപ്റ്റർ അങ്ങനെ വരിയായി പൊട്ടിയോളി. നല്ല പിന്നെ നമ്മളോടെയോ കളി. അങ്ങനെ നമ്മളിതാ ഈ ഇവിടെ ഫുൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി ആരാളി വരുക? എൻ്റെ മെയിന് വരാണ്ട് നിന്നാ മതിയായിരുന്നു. എൻ്റെ വീട് നശിപ്പിച്ചില്ലടാ.
നിന്നെ ഞാൻ ബാക്കി വെക്കൂലടാ. നിന്റെ എന്തിയടാ ഇന്ന് എൻ്റെ അന്ത്യോ ഒന്ന് അടിച്ചടിച്ചടിച്ചു അടിക്കാനാവുന്നില്ലേ കൊച്ചുണ്ണിക്ക്? പോരടാ, ഇത്രയേ ഉള്ളൂ ഇഞ്ഞൊക്കെ. ഇനി മേലെ എൻ്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടല്ല ഇതേപോലത്തെ വിധി വരും എല്ലാം. പിന്നെ നമ്മളെ വീടൊന്ന് റെഡിയാക്കണം. ഫുള്ളും പോയി. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ചാ ബൈ.